ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ട്രേഡ് തുടങ്ങി. ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു, അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. ഞാനൊരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യണം ഈ ഭാഗത്ത് എവിടെയെങ്കിലും. ഓക്കെ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു അപ്സൈഡ് ക്യാൻഡിൽ, ഒരു പിൻബാർ ക്യാൻഡിലോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വ്യൂ ക്യാൻഡിലോ വരികയാണെങ്കിൽ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെയിം നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റി ആയാലും ഓവറോൾ പഴയ ട്രെൻഡ് നെഗറ്റീവ് ആണെങ്കിലും ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനാണ്. അപ്പം 1 hourൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, നല്ലൊരു സ്ട്രോങ് ട്രെൻഡ് ലൈനാണ്. ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഈ ട്രെൻഡ് ലൈനിലാണ് ഈ ഒരു പുഷ് മേളിലോട്ട് കിട്ടിയത്. ഇതിവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഫർദർ മൂവ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡിങ് മൂവ് തന്നെ കിട്ടും. വേറെ എസ് ട്രെയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാനിക്കായിട്ടോ വെച്ചിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ് കിട്ടും ഈ ഭാഗത്ത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ചാടിക്കയറിയൊന്നും എടുക്കണ്ട. കാരണം ഇത് നേരത്തെ ഒരു അപ്പ് മൂവ് കിട്ടിയൊരു പോർഷനാണ്. ഇവിടെ നിന്ന് ഈ സ്ഥലത്തു നിന്നാണ് ഒരു അപ്പ് മൂവ് വന്നത്. വീണ്ടും ഇവിടൊരു ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു പിൻവാർ ക്യാൻഡിലോ അല്ലെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരുന്ന പ്രതീക്ഷയുള്ള ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ ട്രൈ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ പലതവണ നിന്നു ഈ ക്യാൻഡിൽ ഹൈ ടച്ച് ചെയ്തു. വീണ്ടും ഇന്നും സെക്കൻഡ് ടൈമിൽ ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. ചിലപ്പോൾ ചാൻസ് കാണും നമ്മൾ അപ്സൈഡ് മൂവിന്. ഈ ക്യാൻഡിലൊക്കെ ചെറുതായിരുന്നാലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഒറ്റയടിക്കത്തൊക്കെ വലിയൊരു ക്യാൻഡിലാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടായിരിക്കും. കാരണം ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ക്യാൻഡില് ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയും വേണം, പക്ഷെ ആ ക്യാൻഡിൽ ചെറുതായിരിക്കണം, എങ്കിലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ആ ട്രേഡ് കയറാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്കൊരു പ്രദേശം തരാതെ ഇവിടെ ഒറ്റയടിക്കുന്ന വലിയ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എൻട്രി മിസ്സാവും. നല്ല മഴയുണ്ട് ഇപ്പോൾ, നല്ല സൗണ്ട് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ ഫിനിഷ് ചെയ്യാൻ ഇനി 1 മിനിറ്റ് 36-35 സെക്കൻഡ് ഉണ്ട്. നമ്മൾ മുമ്പൊക്കെ പാനിക്കായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ നിന്ന് നോക്കി എടുക്കാം ഇവിടെ നിന്ന് അപ്പോൾ നമ്മളൊന്ന് ചാടിക്കേറി എടുക്കും അല്ലേ. പിന്നെ 1-2 ക്യാനിൽ താഴോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് അടുത്ത മൂവ് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ചാടിക്കേറി എടുക്കും. അപ്പോഴെന്ത് ചെയ്യും? വീണ്ടും എടുത്തതിന് ശേഷം വീണ്ടും താഴോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ഹോൾഡ് ചെയ്യും. ഇവിടെ നിന്ന് എന്തായാലും ഒരു അപ്സൈഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഹോൾഡ് ചെയ്യും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരൊറ്റ അടിക്ക് പോകും. താഴോട്ട് പോയാൽ നമ്മളവിടെ ലോക്കായി, നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ കുറേ താഴ്മ്പോൾ എന്തായാലും ഒരു തിരിച്ചു വരാൻ കുറച്ചെങ്കിലും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വീണ്ടും പൊസിഷൻ ആഡ് ചെയ്യും. നേരത്തെ എടുത്ത അതേ ക്വാണ്ടിറ്റി അടിക്കില്ല, അതിനെ ഡബിൾ ആഡ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. വീണ്ടും താഴ്ത്തു, ലോസ് നല്ല ഇരട്ടിയാവും, നല്ല പൊളി ലോസാവും. പിന്നെ ആ ലോസ് പറഞ്ഞ ദിവസത്തിന് മുമ്പുള്ള ഒരാഴ്ച മൊത്തം നമ്മൾ പ്രോഫിറ്റാണ് എടുത്തെങ്കിൽ ആ ഒരാഴ്ചത്തതും ചേർത്ത് അടുത്ത ഒരാഴ്ചത്തേക്കും കൂടെ ചേർത്തുള്ള പ്രോഫിറ്റ് ഒരൊറ്റ ദിവസം കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഡിപ്രഷൻ. ഓ ഗോഡ്, എത്ര ദിവസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാം ഞാൻ കൊണ്ട് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് സ്വയം ചീത്ത വിളിച്ച്, മറ്റുള്ളവരെയും ചീത്ത വിളിച്ച്, മനസ്സിൽ ദൈവത്തിനെയും ചീത്ത വിളിച്ച് അല്ലേ. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ട്രേഡിങ്ങിലുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത്. ശരിക്കും ഡിസിപ്ലിനായിട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് ലോസ് വരുന്നെങ്കിൽ വരട്ടെ. ട്രേഡിങ്ങിൽ ലോസ് ഉണ്ട്, ആ ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്ത് എടുക്കാൻ തയ്യാറായി മാത്രം ട്രേഡ് എടുക്കണം. നമ്മളൊരു ദിവസം 1, 2, 3 ട്രേഡ് അങ്ങനെ ഒരു ഫിക്സഡ് ഇത് വെക്കണം. ഒരു ദിവസം 1 ട്രേഡ് അല്ലെങ്കിൽ ഒരു ദിവസം 2 ട്രേഡ്, അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ വെക്കണം.
അപ്പം എൻ്റെ ട്രേഡിൽ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ ഞാനത് എടുക്കാൻ പോവുകയാണ് എന്നുള്ളൊരു മൈൻഡിൽ വേണം ട്രേഡ് എടുക്കാൻ. ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ലോസ് ആവോ പ്രോഫിറ്റ് ആവോ എന്ന് എനിക്കറിയില്ല. എനിവേ, നേരത്തെ എടുത്തത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ നിഫ്റ്റിയിൽ എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കിട്ടിയ സ്ഥലം. ഓക്കെ, ഞാൻ എടുക്കുകയാണ് എന്തായാലും. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഞാൻ ട്രേഡ് എടുത്ത് ഞാൻ 25,100 പ്രീമിയമാണ് ട്രേഡ് എടുക്കാൻ യൂസ് ചെയ്യുന്നത്. 25,100 25,100 എനിക്ക് കിട്ടിയത് 281.35 ഇപ്പം എനിക്കത് കിട്ടിയത്. 281.35. ഇവിടെ തന്നെ മൂവ് തരുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പ്രീമിയം ചാർട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തത് 281.35 ഇപ്പം എനിക്ക് കിട്ടിയത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും. എൻ്റെ ലോ എന്ന് പറയുമ്പോൾ 256 തന്നു. അപ്പോൾ 256 ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്. $256, 255 ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രേഡ് പറയാം. ഫസ്റ്റ് ട്രേഡ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത് കേട്ടോ. ഞാൻ എടുത്തത് ഏകദേശം ഈ ഭാഗത്താണ്. പൊസിഷൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി ട്രേഡിൽ എനിക്ക് 6,281 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഞാനത് ടാർഗറ്റ് വെച്ച് തന്നെയാണ് ബുക്ക് ചെയ്തത്. കറക്റ്റ് ടാർഗറ്റിൽ തന്നെയാണ് എക്സിറ്റ് ആയത്. അത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പ്രീമിയത്തിൽ കാണിച്ചു തരാം. അത് ഞാൻ എൻട്രി എടുത്തത് തുടങ്ങാം 522 ഞാൻ അത് എൻട്രി എടുത്തത്. ഓക്കെ, ഈ ഭാഗം ഏകദേശം 522.63 എനിക്കത് ട്രിഗർ ആയത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയാണ്. ടാർഗറ്റ് ഞാൻ വെച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 100 പോയിന്റ് വരെ, 100 പോയിന്റ് കൂടുതൽ കിട്ടും. 6,000 സംതിങ് കിട്ടിയില്ല. ഞാൻ 60 ക്വാണ്ടിറ്റി ആണ് എടുത്തത്. 4 ലോട്ട് 4 ലോട്ട് ആണ് എടുത്തത്. അപ്പോൾ ഞാൻ ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്തത്. ഞാൻ എക്സിറ്റ് ചെയ്തത് 627.32 എക്സിറ്റ് ചെയ്തത്. ഇവിടെയാണ് എക്സിറ്റ് ചെയ്തത്. കറക്റ്റ് നമ്മുടെ ടാർഗറ്റിൽ നിന്ന് ഞാൻ നല്ല എക്സിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് ട്രേഡ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവും എന്നുള്ളത്. ഇപ്പം എന്തായാലും മൈനസാണ് കാണിക്കുന്നത്. വെബ്സൈറ്റ് കയറിയിട്ടില്ല. ഞാനിപ്പോൾ എൻട്രി എടുത്തത് എവിടെ നിന്നായിരുന്നു? 281.35. $281.35 എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് താഴെയാണ്. അവിടെയാണ് സ്റ്റോപ്പ് ലോസ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ താഴോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടായിരിക്കും മേളിലോട്ട് പോകുന്നത്. കാരണം
ലിക്വിഡിറ്റി എടുക്കാൻ ചിലപ്പോൾ താഴോട്ട് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഇവിടെ നിന്ന് നല്ലപോലെ താഴോട്ട് വന്ന് അത്യാവശ്യം കുറേ ഓർഡർ കളക്ട് ചെയ്തിട്ടാണ് മേലോട്ട് പോയിരിക്കുന്നത്. ലിക്വിഡിറ്റി ഗ്രാബിങ്ങിന് താഴോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോപ്പുണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്നുള്ളത്. ഇതും ടാർജറ്റ് മാക്സിമം ഇതുവരെയോ, ഇത് സ്ട്രോങ് ആയിട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെയോ അതിന് മുകളിലൊക്കെ നമുക്ക് നോക്കാം, ട്രെയിൽ ചെയ്ത് പോകാൻ ശ്രമിക്കാം. പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ബ്രേക്ക് ഇവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഇവനായി 183. ഇനി ഇവിടെ നിന്നൊരു സൈഡ് മൂവ് കിട്ടിയാൽ ഓക്കെ, നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. വെയിറ്റ് ചെയ്യാം. കുറച്ചൊരു മൂവ്മെൻറ്റ് അപ്സൈഡ് കിട്ടിയാലേ എനിക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ച് എനിക്ക് സ്റ്റോപ്പ് ലോസ് അടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഭയങ്കര വലിയ ഡിഫറൻസ് ഇല്ല പ്രൈസിൽ. ഇനി ഇവിടെ നിന്ന് സൈഡ് വേസ് ആവോ എന്നും ഒരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. ഇനി നിഫ്റ്റിയിൽ സൈഡ് വേസ് ആവാൻ ചാൻസ് കുറവാണ്, കാരണം ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടുന്ന് നല്ലൊരു ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ താഴോട്ട് കണ്ടിന്യൂസ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ മേളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് മൂവ് തന്നെ കിട്ടും. കാരണം ആരും സപ്പോർട്ടിൽ അങ്ങനെ അധികം വെച്ച് കളിക്കില്ല പ്രൈസ്. എന്തായാലും അപ്സൈഡ് മൂവ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ, സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര വലിയ സൈഡ് വേസ് വരാൻ ചാൻസ് ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം. പ്രൈസ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കുറച്ച് കയറിയിട്ടുണ്ടേ. 293 പ്രീമിയം. അതായത് ഇപ്പം എടുത്ത ട്രേഡിൽ 1200 രൂപയാണ് പ്രോഫിറ്റ് ഇപ്പം കാണിക്കുന്നത്. 1800 2000 ഞാൻ ചാടിക്കയറി ഇന്നലെ എക്സിറ്റ് ചെയ്യുന്നില്ല, നോക്കാം നമുക്ക്. ആ ഒരു മേളത്തെ റെഡ് ക്യാൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യും. അതല്ല സ്ട്രോങ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കളയണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ അടുത്ത ട്രേഡിൽ 2800 കാണിക്കുന്നുണ്ട് പ്രോഫിറ്റ്.
ഇത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഈ ഒരു ട്രേഡും കൂടെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. ഒരു ദിവസം എൻ്റെ ട്രേഡ്, അതിൽ ഫസ്റ്റ് ട്രേഡ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. സെക്കൻഡ് ട്രേഡ് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ മൂവ് ചെയ്തു. ഇനി ഇത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ അതോ SL അടിക്കുമോ എന്നുള്ളത് നമുക്കിനി വെയിറ്റ് ചെയ്ത് നോക്കിയാലേ അറിയാം. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ല ചിലപ്പോൾ അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ റിവേഴ്സൽ ക്യാൻഡിൽ പോലെ വരുന്നുണ്ട്. ഞാൻ ഇപ്പം സ്റ്റോപ്പ് ലോസ് ഒന്നും ട്രെയിൽ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് എവിടെയായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് അവിടെ തന്നെയാണ് വച്ചിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. കാരണം എന്തായാലും ഒരു സഡൻ അപ്പ് മൂവ് ക്യാൻഡിലല്ല അവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മേലോട്ട് കയറിയിട്ട് ഒന്ന് റീട്രേസ്മെൻറ്റ് ചെയ്യും എന്നറിയാം. കാരണം അവർക്ക് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടീസിന് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ക്യാഷുള്ള വലിയ വലിയ ട്രേഡേഴ്സ് ആണെങ്കിലും അവർക്കെല്ലാം ഓർഡർ എടുക്കണം. അപ്പോൾ അവർ ഇപ്പോൾ ഇതൊരു ബിഗ് ബാർ ക്യാൻഡിലല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ കാണും. മേ ബി ചിലപ്പോൾ താഴോട്ട് വന്ന് ഇവിടെയൊക്കെ സെൽ എടുത്തോണ്ടായിരിക്കാം മേളിലോട്ട് പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബിഗ് ബാർ ക്യാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അധികം റിട്രേസ്മെൻറ്റ് പ്രീമിയത്തിൽ വന്നിട്ടില്ല കേട്ടോ. നിഫ്റ്റിയുടെ പ്രീമിയത്തിലാണ് നല്ല ഡൗൺ സൈഡ് മൂവ് വന്നത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, നല്ലപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രേഡും കഴിഞ്ഞു. ഞാനിപ്പോൾ സെക്കൻഡ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോയപ്പോഴത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആയി. ഞാൻ എൻട്രി എടുത്തത് നിങ്ങൾക്കറിയില്ല, ഏകദേശം ഞാൻ ഈ ഒരു പോർഷനിലാണ് എൻട്രി എടുത്തത്. ഇവിടെ തന്നെ ഇത് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും ഇവിടെ ഈ ചെറിയൊരു കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പം പ്രീമിയത്തിൽ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ പ്രീമിയം ഇപ്പം നല്ല എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഈ ക്യാൻഡിൽ തരുന്നുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി. ഓക്കെ, ഞാൻ എൻട്രി ചെയ്തത് 281.35 എക്സിറ്റ് ആയത് 338 സംതിങ്ങിലാണ്. ഓക്കെ, ഈ ഭാഗത്ത് എക്സിറ്റ് ആയി. അത് നല്ലൊരു മൂവ് തന്നെയായിരുന്നു. എനിക്ക് 57 പോയിൻറ്റ് 58 പോയിൻ്റ് അടുപ്പിച്ച് കിട്ടി. ഓൾമോസ്റ്റ് അതൊരു 100-110 പോയിൻ്റ് വരെ ഹൈ മൂവ് ചെയ്തു. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ പോയിൻ്റൊക്കെ ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പോയിൻ്റ് അല്ല, അത് നല്ല പോയിൻ്റ് മൂവ് ചെയ്തുവെങ്കിലും ചിലപ്പോൾ തിരിച്ച് വന്ന് നമ്മുടെ SL അടിക്കും. ഓക്കെ, അപ്പോൾ ഇത് 1:2 മുകളിൽ തന്നെ എൻ്റെ 2 ട്രേഡും എനിക്കിന്ന് ഹിറ്റായി. അപ്പോൾ എൻ്റെ ട്രേഡ് ഞാൻ കാണിക്കുന്നത് 4 ട്രേഡ് എടുത്തിട്ടുള്ളൂ. 1 2 3 4 4 ട്രേഡ് എടുത്തിട്ടുള്ളൂ. 4 ട്രേഡിൽ കോസ്റ്റ് ആയത് 222. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ പൊസിഷൻ. 11,900 സംതിങ്. അതിലിപ്പം 200 നിന്നുമ്പം 200 കുറച്ചൊരു 11,700 11,800 സംതിങ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ ഗൈസ്, സോ ഇവിടുന്ന് ഇനിയും ഒരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നല്ലൊരു അപ്പ് മൂവ് പ്രതീക്ഷിക്കാം. എന്തായാലും എൻ്റെ ഇന്നത്തെ 2 ട്രേഡ് കഴിഞ്ഞു. നമ്മൾ ട്രേഡിങ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? പൈസ ഉണ്ടാക്കാനും, അത് മാത്രമല്ല നമുക്ക് കുറേ ടൈം ഫ്രീ കിട്ടാനാണല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടി. 2 ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റിയും രാവിലെ തന്നെ കിട്ടി. അപ്പോൾ 2 എൻട്രിയും രാവിലെ തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ കയറി വെറുതെ ടൈം സ്പെൻഡ് ചെയ്ത് ഇരിക്കേണ്ട കാര്യമില്ല. സോ ഇന്നത് ക്ലോസ് ചെയ്യാണ്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. For more content, subscribe my channel and keep supporting. Thank you so much.